നിർധനരായ ക്യാൻസർ രോഗികൾക്ക് വലിയൊരു ആശ്വാസമായി കളമശ്ശേരിയിൽ വി കെയർ എന്ന പുതിയ കാരുണ്യ ഭവനം പ്രവർത്തനം ആരംഭിച്ചു. രോഗി പരിചരണത്തിന് വേണ്ടി 51 മുറികളുമായി 35,000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ് ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിനെ തൊട്ടടുത്തായി ഒരുക്കിയിരിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ആശീർവാദവും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു. ജാതിമത ഭേദമന്യേ വഴിയിൽ വീണു പോകുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ ജനസേവനമെന്ന് അദ്ദേഹം ചടങ്ങിൽ ഓർമ്മിപ്പിച്ചു. വിൻസെൻഷൻ സഭാംഗങ്ങൾ സമൂഹത്തിൽ നടത്തുന്ന ജനസേവന പ്രവർത്തനങ്ങൾ ഏറെ മഹത്തരമാണെന്നും പിതാവ് പറഞ്ഞു. ജനസേവനം വളരെ വലുതാണ്. അവർക്ക് സാന്നിധ്യം അത് വളരെ സ്വാധീനമുള്ള സാന്നിധ്യമാണ്. ഇവിടെ തുടങ്ങിയിരിക്കുന്ന ആശ്രമം അതിൻ്റെ മറ്റേ വർഷമാണ്. വഴിയിൽ വീണവനെ എടുത്തു പൊക്കുക. ക്യാൻസർ മുമ്പിൽ 6 പേർക്ക് മുട്ട പറയും. അതിൽ മഹാഭൂരിപക്ഷവും പാവങ്ങളും ദരിദ്രരുമാണ്. മതം നോക്കാതെ ജാതി നോക്കാതെ അവർക്ക് മരിക്കാൻ, അവരെ രക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ, ആഗ്രഹിക്കാൻ നമുക്ക് പരിശ്രമിക്കും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ വരുമ്പോഴേക്കൊക്കെ 3rd സ്റ്റേജിലൊക്കെയാണ് മാന്യമായിട്ട് മരിക്കാൻ, രാജകീയമായി സ്വന്തത്തിൽ പോകാൻ ഇവർ ചെയ്യുന്ന സന്തോഷം എത്ര വാർത്തകളുണ്ട് ഞാൻ വെച്ചാൽ പോലെന്നാണ്. സത്യം പറഞ്ഞാൽ വിൻസെൻഷൻകാർ വിൻസെൻ്റ് പോളിൻ്റെ ആത്മാവ് സ്വീകരിച്ചുകൊണ്ട് തുടങ്ങിയ സ്ഥാപനമായിട്ട് ഞാൻ ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി ആഴ്ചകളോളം തുടർ പരിചരണം ആവശ്യമായി വരുന്ന നിർധനരായ രോഗികൾക്ക് താങ്ങാവുകയാണ് കളമശ്ശേരി മണലിമുക്കിൽ പുതിയതായി ആരംഭിച്ച ഡീപോൾ കെയർ സെന്റർ കെയർ ഫോർ ന്യൂ ലൈഫ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൊച്ചിൻ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്കെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് 2 ആഴ്ചയോളം പുറത്ത് താമസിച്ച് ചികിത്സ തേടേണ്ടി വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് കൊച്ചിൻ ക്യാൻസർ സെന്ററിൽ രോഗികളായി എത്തുന്ന പാവപ്പെട്ടവർക്കും അവർക്കൊപ്പം കൂട്ടിരിപ്പുകാരായി വരുന്നവർക്കും താമസവും ഭക്ഷണവും പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്നത്. കെയർ സെന്റർ ഫോർ ലൈഫ് എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിൽ രോഗികൾക്ക് ആവശ്യാനുസരണം ആശുപത്രികളിലേക്ക് പോകുന്നതിനുള്ള വാഹന സൗകര്യവും ഒരുക്കുന്നുണ്ട്. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഉൾക്കൊണ്ടാണ് വി കെയർ ഡീപോൾ കെയർ സെന്റർ കെയർ ഫോർ ന്യൂ ലൈഫ് പ്രവർത്തിക്കുന്നത്. ഇന്ന് അഭിമന്യ പിതാവ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ആശീർവദിച്ച് ഈ ഡീപോൾ കെയർ സെന്റർ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ ഇത് വിൻസെൻഷൻ സഭയുടെ ചെറിയ ഒരു സമർപ്പണം മാത്രമാണ്. ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം പോലെ ഇതിനെ കണ്ടാൽ മതി. കാരണം ഒത്തിരി പ്രവർത്തനങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ചെറിയ പ്രവർത്തനം വിൻസെൻഷൻ സഭയും ചെയ്യുന്നു. ഇത് പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധതയാണ്. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെന്റ് പോൾ ഞങ്ങളെ പഠിപ്പിച്ച പാവങ്ങളോടുള്ള പ്രതിബദ്ധത, പാവങ്ങൾ യജമാനന്മാരാണ് എന്ന് പഠിപ്പിച്ച വിൻസെന്റ് പോളിന് സമർപ്പിക്കുന്ന ഒരു സമർപ്പണം കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ മറ്റൊരു സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. വിൻസെൻഷൻ സഭയുടെ 125 വർഷം, വിൻസെൻഷൻ സഭ സ്ഥാപിതമായിട്ട് 125 വർഷം ആവുകയാണ്. 2029 വിൻസെൻഷൻ സഭ 125 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഈ 125 വർഷങ്ങളുടെ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ വിൻസെൻഷൻ സഭ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം നമുക്ക് പാവപ്പെട്ടവരായ ഭവനരഹിതരായ 125 കുടുംബങ്ങൾക്ക് ഭവനം പണിതു കൊടുക്കുക എന്നുള്ളതാണ്. മേരി മാത പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ അലക്സ് ചാലങ്ങാടി വിസിയുടെയും മറ്റ് വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ വിൻസെൻഷൻ സഭയുടെ സുപ്പീരിയർ ജനറൽ ഫാദർ പോൾ പുതുവ വിസി റിബൺ മുറിച്ച് സ്ഥാപനത്തിന്റെ ഫലകം അനാച്ഛാദനം ചെയ്തു. ഇടവക വികാരിയായിട്ട് ചാർജ് എടുക്കുന്ന സമയമാണ്. ആ ഇടവക ആത്മീയമായി പാപ്പരത്വത്തിൽ കിടക്കുന്നു, ഭൗതികമായി തകർച്ചയിൽ കിടക്കുന്നു. അവിടേക്കാണ് വിശുദ്ധ വിൻസെന്റ് പോൾ ഇടവക വികാരിയായി നിയമിക്കപ്പെടുന്നത്. അവിടെ അദ്ദേഹം ആദ്യം ചെയ്തത് ആ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയായിരുന്നു, അവരോട് കൂടെ നിൽക്കുകയായിരുന്നു. ആ ദേവാലയത്തിൽ എപ്പോഴും ഉണ്ട് അദ്ദേഹം. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലും, അവിടെ കുർബാന ചെല്ലാനും കുമ്പസാരം കേൾക്കാനും അവരുടെ വേദനകൾ മനസ്സിലാക്കാനും ഒക്കെ അച്ഛൻ ഉണ്ട്, വിശുദ്ധ വിൻസെന്റ് പോൾ. അങ്ങനെ അവരോടൊപ്പം കഴിയുന്ന ഒരു കാലഘട്ടം.
അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സങ്കീർത്തിയിൽ നിൽക്കുന്ന സമയത്താണ് ഒരു സന്ദേശം അദ്ദേഹത്തിന് കിട്ടുന്നത്. ആ ഇടവകയിൽ ഒരു പാവപ്പെട്ട കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ എല്ലാവരും രോഗികളാണ്, അവരെ സഹായിക്കാൻ ആരുമില്ല. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. എന്നിട്ട് അന്ന് അദ്ദേഹത്തെ ആ കുർബാന മധ്യേ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഈ കുടുംബത്തെ പറ്റിയാണ് പറഞ്ഞത്, രോഗികളെ പറ്റിയാണ് പറഞ്ഞത്, വേദനിക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ കുടുംബത്തെ സഹായിക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരണം. കുർബാനകൾ കഴിഞ്ഞു. അതിനുശേഷം വിശുദ്ധൻ വിചാരിച്ചു, ആ വീട്ടിലേക്കൊന്ന് പോകാം, അവരെ ആശ്വസിപ്പിക്കാം, അവരുടെ കൂടെ ആയിരിക്കാം. അങ്ങനെ ആ വീട്ടിലേക്ക് പോകുന്ന വഴി അദ്ദേഹം കണ്ടു ഒരുപാട് ആളുകൾ കൊട്ടയിലും മറ്റ് പാത്രങ്ങളിലും ഒക്കെ ഭക്ഷണമായിട്ട് ആ വീട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് ആളുകൾ പോകുന്നു, ഒരുപാട് ആളുകൾ തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹം കുർബാന മധ്യേ പറഞ്ഞ കാര്യങ്ങളാണ്, ഒരു പാവപ്പെട്ട കുടുംബത്തെ നമ്മൾ സഹായിക്കണം. ആളുകൾ ഒരുപാട് ആ വാക്കുകൾ ചെവിക്കൊണ്ടുകൊണ്ട് ആ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ കൂട്ടിവെച്ചിട്ടുണ്ട്. അത് പാകപ്പെടുത്തിയ ഭക്ഷണമൊക്കെയാണ്, പെട്ടെന്ന് നശിച്ചു പോകാം. അദ്ദേഹം വിചാരിച്ചു, ഇങ്ങനെ ഒരുപാട് ഇവർക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാലും അവർക്കത് സൂക്ഷിക്കാനൊന്നും ഇടമില്ല. അങ്ങനെ ആരൊക്കെയാണ് മുന്നോട്ട് വന്നത്, അവരെയൊക്കെ കൂട്ടി ഒരു ഉപവി സംഘത്തെ ഉണ്ടാക്കി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഇടവകയിൽ ഓരോ കുടുംബത്തെ സന്ദർശിച്ച് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവരെ പരിശീലിപ്പിച്ചു. തന്റെ ഉപവി പ്രവർത്തനമൊക്കെ ആരംഭിക്കുന്ന ഒരു കാലഘട്ടം അതാണ്. അങ്ങനെ പിന്നീട് തന്റെ ഉപവി പ്രവർത്തനങ്ങൾ ആ രാജ്യം മുഴുവൻ വ്യാപിപ്പിച്ച് അദ്ദേഹം പിന്നീട് ഈ പ്രപഞ്ചത്തിന് സഭയ്ക്കൊക്കെ പരസ്യ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി തീർന്നു. അദ്ദേഹത്തിന്റെ കാലടികൾ പിഞ്ചെന്നുകൊണ്ടാണ് വിൻസെൻഷൻ സഭയും ഇതുപോലെ ഒരു സംരംഭം ഏറ്റെടുത്തിരിക്കുന്നത്. ഡീപോൾ കെയർ സെന്റർ, കെയർ ഫോർ ന്യൂ ലൈഫ് സ്ഥാപക ഡയറക്ടറും മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടത്തിനും നേതൃത്വം നൽകി അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത ഫാദർ ജേക്കബ് കാട്ടിപ്പറമ്പിൽ VC ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. നമ്മൾ ഈ സ്ഥാപനം ലക്ഷ്യം വയ്ക്കുന്നത് CCRCയിലെ രോഗികൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഈ CCRCയെ സമീപിച്ചു, ഇങ്ങനെ ഒരു സംരംഭമുണ്ട്, ഉദ്ഘാടനത്തിനായി വരണം. ഡയറക്ടറെയാണ് ഞങ്ങൾ സമീപിച്ചത്. പല കാരണങ്ങളാൽ തിരക്ക് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് വരുമോ ഇല്ലയോ, ഈ ആശുപത്രിയുടെ പ്രാതിനിധ്യം ഇല്ലാതെ പോകുമോ എന്നൊക്കെ ഞങ്ങൾ ആശങ്കപ്പെട്ടു. പല വിധത്തിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കിട്ടാതെ പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നോട്ടീസ് അടിക്കണം, പെട്ടെന്നുണ്ടായ തീരുമാനമാണ്, ഒരാഴ്ചയുള്ളൂ, എല്ലാവരും അറിയിക്കണം, നോട്ടീസ് തയ്യാറാക്കണം, അങ്ങനെയുള്ള പ്രശ്നം. അപ്പോൾ ഞങ്ങൾ സാവധാനം ഇനി കിട്ടില്ലായിരിക്കും എന്ന അർത്ഥത്തിൽ അവിടെ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി നോട്ടീസൊക്കെ തയ്യാറാക്കി ബാക്കി എല്ലാവരുടെയും പേരൊക്കെ വെച്ചു. CCRCയിൽ നിന്ന് പ്രാതിനിധ്യമില്ല. നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിന് CCRCയിൽ നിന്ന് പ്രാതിനിധ്യമില്ല എന്നൊരു പ്രശ്നം നമ്മളങ്ങനെ ആലോചിച്ചു എന്നത് ഒരു വശം. ഏതായാലും ദൈവനിയോഗത്താൽ അവിടെ ഒരു ആലോചന ഉണ്ടായി കാണണം. നമ്മുടെ പ്രാതിനിധ്യമില്ലാതെ ശരിയല്ലല്ലോ. അങ്ങനെ അവരുടെ ആലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ സ്ഥാപനവും CCRCയും തമ്മിലൊരു പാലമുണ്ടെങ്കിലാണല്ലോ. അല്ലെങ്കിൽ ഈ വാടകയ്ക്ക് 600-700 ഒക്കെ രൂപ മേടിച്ച് സ്വകാര്യ വ്യക്തികൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോസ്റ്റൽ പോലെ ചെറിയ സൗകര്യങ്ങൾ കൊടുത്ത് മനുഷ്യനെ വിഴുങ്ങുന്ന ഒരു രീതി എല്ലായിടത്തുള്ള RCCയിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. ആളുകൾ ഇങ്ങനെ ഏജന്റുമാർ പോലും ഉണ്ട് RCCയുടെ വരാന്തകളിൽ ഈ വാടക സ്ഥലങ്ങളിലേക്ക് ചെറിയ സൗകര്യത്തിൽ കുറേ കാശ് മുടക്കി ക്യാൻസർ രോഗികളെ പോലും പിഴിയുന്ന മനുഷ്യർ. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് CCRCയുടെ അധികൃതരാണ്. അതുകൊണ്ട് ഈ CCRCയുടെ അധികൃതർ അവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് അഭയമുണ്ട്, സൗജന്യമായി നിങ്ങൾക്ക് എല്ലാ സൗകര്യവും കിട്ടുന്ന സ്ഥലമുണ്ട് എന്ന് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ചികിത്സാ ദൗത്യം പൂർത്തിയാകുന്നത്. മന്ദിരത്തിന്റെ നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കുന്നതിനും ചടങ്ങ് ഭംഗിയായി നടത്തുന്നതിനും സഹകരിച്ച എല്ലാവർക്കും കാരുണ്യഭവനത്തിന്റെ നിലവിലെ ഡയറക്ടറായ ഫാദർ ബിബിൻ പെരിഞ്ചേരി VC ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. പൂർണ്ണമായും പൊതുജന സേവനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ സംരംഭത്തിന്റെ സുഗമമായ പ്രയാണത്തിന് ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നതായി വിൻസെൻഷൻ സഭ അറിയിച്ചു.